ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. അത് ആർക്കും അറിയാത്ത സാധനമൊന്നുമല്ല, പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുളിശ്ശേരിയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തേങ്ങ ചിരകിയിട്ടുണ്ട്, പിന്നെ ഒരു പൈനാപ്പിൾ എടുത്തിട്ട് പൈനാപ്പിൾ ഞങ്ങൾ ഹാഫേ എടുത്തിട്ടുള്ളൂ. വെറുതെ ചീത്തായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഹാഫേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത ശേഷം ഞാനൊരു 4-5 മുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി. അതിനുശേഷം ഞങ്ങളൊരു ജാർ എടുത്തിട്ട് ആ തിരികിയ തേങ്ങയും ഒരല്ലി വെളുത്തുള്ളി, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ പൈനാപ്പിളും മുളകും പിന്നെ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ വെള്ളം ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്നത് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം അതും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കരിവേപ്പില, വറ്റൽ മുളക്, മുളക് പൊടി ഇത്രയും എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ പൈനാപ്പിളിൻ്റെ ആ ഒരു ഇതിലോട്ട് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ആ വറ്റൽ മുളകിൻ്റെയൊക്കെ ആ കടുക് പൊട്ടിച്ചത് നമ്മൾ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി.